ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. ഇപ്പോൾ ഒരു എൻട്രി ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് നിഫ്റ്റിയിൽ. എൻട്രി ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിൽ ഒരു കോൾ ഓപ്ഷൻ ഒരു എൻട്രി നോക്കാം. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞ എൻട്രി എടുക്കാനുള്ള റീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കിയാൽ 15 മിനിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് ഡേയിൽ ഉണ്ടാക്കിയ ഒരു 15 മിനിറ്റ് IDX ലെവലുണ്ട്. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ഇന്ന് 15 മിനിറ്റിൽ ഒരു 12:30 ക്യാൻഡിൽ ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ആ ലിക്വിഡിറ്റി ഏരിയ കളക്ട് ചെയ്ത് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ അപ്സൈഡിലേക്ക് പോകാനാണ് ഇനി ചാൻസ്. സോ അങ്ങനെ അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാണ് വെച്ചാൽ പ്രോപ്പറായിട്ട് എൻട്രി കിട്ടുകയാണെങ്കിൽ എൻട്രി ഏരിയയിലേക്ക് വരും. അറിയില്ല, ഇവിടെ നേരെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അതല്ല, താഴേക്ക് വന്ന് ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം. എൻട്രി എടുക്കാൻ പോകുന്നത് 24,600 കോൾ ഓപ്ഷനിലായിരിക്കും. 600 പറയുമ്പോൾ ATM സ്ലൈറ്റ്ലി ATM ആയിരിക്കും. സോ 24,600 കോൾ ഓപ്ഷനിൽ നമുക്കൊരു എൻട്രി നോക്കാം. ഇതുവരെ ഫ്ലാറ്റ് റേറ്റിൽ എൻട്രി കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇവിടെ കാണാം കംപ്ലീറ്റ് കാലിയാണ്. ഫസ്റ്റ് എൻട്രിയാണ്. ഓക്കെ, പിന്നെ ഇന്ന് തൊട്ട് ലോട്ട് സൈസ് ഞാൻ കൂട്ടുന്നുണ്ട്. ഇന്ന് ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. സോ ഇന്ന് തൊട്ടിട്ട് ലോട്ട് സൈസ് കൂട്ടുന്നുണ്ട്. ഇതുവരെ 2 ലോട്ടാണ്. ഇനി അങ്ങോട്ട് 3 ലോട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് തൊട്ടിട്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. എന്തായാലും ആദ്യം നമുക്ക് എൻട്രി വരുമോ ഇല്ല എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, ലെറ്റസ് വെയിറ്റ് ആൻഡ് വാച്ച്. ആ ഏരിയയിലേക്ക് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ SL ആസ് യൂഷ്വൽ 6 പോയിൻ്റ് തന്നെ. ഒരു മിനിറ്റ്. SL ആസ് യൂഷ്വൽ 6 പോയിൻ്റ് തന്നെ. ടാർഗറ്റ് ഒന്നെങ്കിൽ 50 പോയിൻ്റ് അല്ലെങ്കിൽ ഈ ഒരു ലെവല്. ആ ലെവലെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും ലെവൽ വരാം. സോ ഒന്നെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്യണം 24,697 ലെവൽ. അതല്ല ഉണ്ടെങ്കിൽ പ്രീമിയത്തിൽ 50 പോയിൻറ്റ്. അതിലേതാണോ ഫസ്റ്റ് ടാപ്പ് ചെയ്യണത് ആ ടൈമിൽ എൻട്രി എക്സിറ്റ് അടിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടി കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയൊക്കെ അത് ഇവിടേക്ക് വരുമില്ല ഉള്ളത്. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് ആ ലെവൽ ടാപ്പ് ചെയ്ത് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് റേറ്റിലാണ് എടുത്തത്. 6 പോയിൻ്റ് SL. ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്. ഒരു ലോട്ട് കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഫ്ലാറ്റ് റേറ്റിൽ പോയി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഓർഡറിൽ ഓക്കെ നമ്മൾക്ക് എൻട്രി കിട്ടിയത് 174.2 അതിൻ്റെ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 224.2 കറക്റ്റ്. ഓക്കെ, കറക്റ്റ് 50 പോയിൻറ്റിലാണ് ടാർഗറ്റ് വന്നത്. 50 പോയിൻറ്റിനാണ് വെച്ചത്. കറക്റ്റ് 50 പോയിൻറ്റിലാണ് വന്നത്. മോഡിഫൈ ചെയ്യാനൊന്നുമില്ല. ഇനി SL നോക്കുകയാണെന്നുണ്ടെങ്കിൽ SL 168.2 എന്ന് വെച്ചാൽ കറക്റ്റ് 6 പോയിൻറ്റിൽ തന്നെയാണ് വന്നത്. 4, 5, 6. ഓക്കെ, കറക്റ്റ് 6 പോയിൻറ്റിൽ തന്നെയാണ് SL വന്നത്. ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം 225 ഒരു ലോട്ട് കൂട്ടിയിട്ടുണ്ട്. തൊട്ടിട്ട് ഓഗസ്റ്റ് 1 തൊട്ടിട്ട് 3 ലോട്ടിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ എൻട്രി എടുത്ത ഒരു ഏരിയയിൽ നിന്ന് ചെറിയൊരു മൂവ്മെൻറ്റ് തരുന്നുണ്ട്. ആ ഒരു ടിപ്പിലാണ് നമുക്ക് എൻട്രി കിട്ടുക. സോ എൻട്രി ഏരിയ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 174.2 ആണ്. 176, 175, 170. ഓക്കെ, 174.2 ഇവിടെയാണ് എൻട്രി കിട്ടിയത്. ടാർഗറ്റ് 50 പോയിൻ്റാണ്. 50 പോയിൻ്റ് ഇതിലുള്ള ടാർഗറ്റാണ് പ്രീമിയത്തിൽ. അതിൻ്റെ മുന്നേ ഇതിൽ വേറെ ടാർഗറ്റ് ഉണ്ട്, കാണിച്ചു തരാം സ്പോട്ട് ചാർട്ടിൽ. സോ പ്രീമിയത്തിലെ ടാർഗറ്റ് ഇവിടെയാണ് 50 പോയിൻറ്റ്. SL നോക്കുകയാണെങ്കിൽ 6 പോയിൻ്റാണ് ആസ് യൂഷ്വൽ. 6 പോയിൻ്റ് വരുമ്പോൾ ഏകദേശം ഇവിടെ കയറ്റി വരും. ഓക്കെ, സോ എൻട്രി എടുത്തു. ടാർഗറ്റും SLും എല്ലാം സെറ്റാണ്. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി ഇതിലുള്ള ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ഇത് സ്പോട്ട് ചാർട്ടാണ്. അതിലിവിടെ ഒരു ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. അവിടെയാണ് ടാർഗറ്റ് വെച്ചത്. അപ്പോൾ ഒന്നെങ്കിൽ അത് ടാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിലുള്ള 50 പോയിൻറ്റ് ടാപ്പ് ചെയ്യണം. അതിൽ ഏതാണോ ഫസ്റ്റ് ടാപ്പ് ചെയ്യണത് അതിൽ എക്സിറ്റ് അടിക്കുന്നതായിരിക്കും. സ്പോട്ട് ചാർട്ടിൽ 50 പോയിൻ്റ് സ്പോട്ട് ചാർട്ടിൽ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മാനുവലി എക്സിറ്റ് ചെയ്യാനായിരിക്കും. അത് എൻട്രി എടുക്കാനുള്ള റീസൺ അല്ല, ആ ലെവൽ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 5 മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയ ആണ്. അത് ഞാൻ മാർക്ക് കാണിച്ചു തരാം. 697.7 അത് ഒബ്സ്റ്റോക്സിൽ ചെറിയ വ്യത്യാസം ഉണ്ടോ ലെവൽ. എന്നാലും ആ ഒരു റേഞ്ചിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. സോ അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് അടിക്കുക. അവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ മേലെ ലിക്വിഡിറ്റി ഏരിയ അല്ലെങ്കിൽ ഡേ ഹൈ ഒക്കെ ആണെങ്കിൽ നമുക്ക് വെക്കാം. പക്ഷേ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉള്ളതുകൊണ്ട് ഇത് ടാർഗറ്റ് ആയിട്ട് വെക്കാം. ഇതെല്ലാം നമുക്ക് നോക്കി നോക്കാം ടാപ്പ് ചെയ്യുമോ ടാർഗറ്റ് അടിക്കുകയോ ഇല്ല എന്നുള്ളതൊക്കെ. ഓക്കെ, അത്യാവശ്യം പ്രോഫിറ്റ് കയറി വരുന്നുണ്ട്. 3 ലോട്ടാണ് 225 ക്വാണ്ടിറ്റി. നമ്മൾ എൻട്രി എടുത്ത ഏരിയയിൽ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്. നേരെ പോയി ടാർഗറ്റ് അടിക്കുക അല്ലെങ്കിൽ തിരിച്ച് വന്ന് SL അടിക്കുക എന്താണെന്നുള്ളതൊന്നും ഒരു പിടുത്തമില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യാം. എന്തായാലും ഇനി അങ്ങോട്ട് ഞാൻ ഇത് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഓക്കെ,
ആ ട്രേഡ് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ട് തിരിച്ച് വന്ന് SL അടിച്ചതാണ്. SL അടിക്കാറിന് ഭയങ്കര ഐഡിയ അടിച്ചത് പെട്ടെന്ന് വന്നിട്ട് ലോസ് ഇവിടെ കാണാം. ഓർഡർ നോക്കുകയാണെങ്കിൽ 13.4 1.4 1.38 എക്സിറ്റ് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ടാർഗറ്റ് ജസ്റ്റ് ചെറിയൊരു പോയിൻ്റാണ് മിസ്സായി പോയത്. കുറച്ചും കൂടെ ഒന്ന് നിഫ്റ്റിൻ്റെ സ്പോട്ടിൽ കയറിയിരുന്നെങ്കിൽ നമ്മൾ ആ ട്രേഡ് മാനുവലി എക്സിറ്റ് അടിക്കുമായിരുന്നു. പ്രീമിയത്തിൽ എന്തായാലും ടാർഗറ്റ് അടിക്കില്ല. ടാർഗറ്റിൻ്റെ അടുത്തൊന്നും എത്തിയില്ല, പകുതി വരെ വന്നുള്ളൂ. അതിൽ ടാർഗറ്റ് അടിക്കണമെങ്കിൽ അത്രയും വലിയ സ്പൈക്കൊക്കെ വരണം. പക്ഷേ സ്പോട്ട് ചാർട്ടിൽ ഇത് അവിടെ തൊട്ടടുത്ത് വരെ വന്ന് നമ്മൾ മാർക്കറ്റ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് വരെ വന്ന് ചെറിയ പോയിന്റിന് മിസ്സായിട്ട് താഴേക്ക് വന്ന് SL അടിച്ചാണ്. സോ സാരില്ല, ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ മാർക്കറ്റിൽ ജസ്റ്റ് നോർമലാണ്. എന്തായാലും ഫസ്റ്റ് 3 ലോട്ടിലേക്ക് കടന്ന് ലോട്ട് സൈസ് കൂട്ടി ഫസ്റ്റ് ദിവസം തന്നെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞാൽ ജസ്റ്റ് SL അടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ടാർഗറ്റ് അടിക്കുകയാണെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ഇതിപ്പോൾ അത് അങ്ങനെയല്ല, ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ സിറ്റുവേഷനാണ് ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ പറഞ്ഞാൽ. അതായത് ടാർഗറ്റ് ജസ്റ്റ് മിസ്സായിട്ട് SL അടിക്കാം, അല്ലെങ്കിൽ SL ടിപ്പിലടിച്ച് ടാർഗറ്റിൽ പോകും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ. ഇതിപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെക്കാൻ പോലെ 30 പോയിൻറ്റ്സാണ് ടാർഗറ്റ് വെച്ചതെന്നുണ്ടെങ്കിൽ 1:5 എന്നുള്ള രീതിയിൽ വെച്ചാണെങ്കിലും അത് ടാർഗറ്റ് അടിക്കില്ല. അതും തൊട്ടടുത്ത് വന്നിട്ട് മിസ്സായിട്ട് താഴേക്ക് വരും. എങ്ങനെയാണെങ്കിലും ഇന്നത്തത് ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ട്രേഡിനാണ്. എന്തായാലും കുഴപ്പമില്ല, അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആണ് നമ്മളൊരു നല്ല ട്രേഡറാക്കി മാറ്റുന്നത്. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല ട്രേഡർ ആവാൻ കഴിയുള്ളൂ. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് അടുത്ത ട്രേഡ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമല്ലേ നല്ല വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇനി വേണമെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ മേലേക്ക് കയറി, ഈ ലെവലൊന്നും ആവശ്യമില്ല, ഒക്കെ ഒഴിവാക്കണം. ഇനി മേലെ നമ്മൾ നേരത്തെ മാർക്ക് വെച്ച ലെവൽ ഒന്ന് ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് താഴേക്ക് 2 നോക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി കുറച്ച് ലിക്വിഡിറ്റി ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ ഒക്കെ ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് കണക്കാക്കാം. ഇന്ന് ക്രിയേറ്റ് ചെയ്ത 5 മിനിറ്റ് ലിക്വിഡിറ്റി ആയിട്ട്. അപ്പോൾ അവിടെ ടാപ്പ് ചെയ്തുകൊണ്ട് 1 മിനിറ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ആം സൈഡിൽ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യുക. പക്ഷേ മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങനെ ഇത്ര വലിയ ക്യാൻഡിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രോപ്പർ സ്ട്രക്ചറും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി എടുക്കാൻ കഴിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. സമയം എന്തായാലും 1:40 അല്ല ആയുള്ളൂ. നല്ല എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കാം, അല്ലേ അതല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. എന്തായാലും ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം നല്ല എൻട്രി വരുന്നുണ്ടോ ഇല്ല ഉള്ളത്. സോ ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് കൂടെ ക്ലോസ് ആയി. നമുക്ക് വേറെ എൻട്രി കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇന്നത്തെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ എല്ലാം ഉച്ചയ്ക്ക് ആയപ്പെടുത്ത് അതൊരു ട്രേഡ് മാത്രമേ ഉള്ളൂ. 1395 ഇന്നത്തെ ലോസ്. സോ ഓഗസ്റ്റ് 1-ാം തീയതിയാണ് 3 ലോട്ടിലുള്ള ഫസ്റ്റ് ട്രേഡാണ്. അത് SL അടിച്ച്. ഇനി നമുക്ക് നാളെ ശരിയാണ്, ഇനി നമുക്ക് തിങ്കളാഴ്ച നോക്കാം. നാളെ വേറൊരു വീഡിയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ, ഒറ്റ ട്രേഡ്, അത് SL. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.